മുതലാളി മുതലാളി കൊച്ചു മുതലാളി സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു, ബോധമില്ല. ടേക്ക് ഇറ്റ് ഈസി, ഭയപ്പെടാനൊന്നുമില്ല. കുറച്ച് വിശ്രമം ആവശ്യമാണ്. അധികം സംസാരിക്കണ്ട. എടാ, നീ എന്തൊരു മഠനാണ് എന്റെ മോനെ. എന്തിനിത്ര ധൃതി കാണിച്ചു? ഞാൻ നിന്റെ സ്നേഹം ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു. നീ ജയിച്ചു. സുധയുടെ മാതാപിതാക്കളെ ഞാൻ നേരിട്ട് പോയി കാണുന്നുണ്ട്. ഈ വിവാഹം ഞാൻ കഴിയുന്നതും വേഗം നടത്തും. എല്ലാം അച്ഛന്റെ ഇഷ്ടം പോലെ. അങ്ങോ? മിസ്റ്റർ ഗോപാലകൃഷ്ണൻ? അതെ, ഞാൻ തന്നെ. സുധയുടെ? സുധ എന്റെ മകളാണ്. എന്ത്? വാട്ട് എ ഗ്രേറ്റ് സർപ്രൈസ്. ജീവിതം ഒരു വലിയ തമാശയാണെന്ന് തോന്നുന്നു. എന്ത് പറ്റി സാർ? ഇരിക്കൂ, പറയാം. സോറി, ഇരിക്കാൻ പറയേണ്ടത് ഞാനായിരുന്നു. ആദ്യമായി ഇവിടെ വന്നിട്ട് ഒരു ചായ വേണമെന്ന് പോലും ചോദിച്ചില്ല. ലക്ഷ്മി, ഇതാരാണെന്ന് നോക്കൂ. മേനോൻ ചേട്ടനാ. എത്ര നാളായി കണ്ടിട്ട്. എന്താ ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നിയത്? ദൈവഹിതമാണെന്ന് തോന്നുന്നു. എല്ലാം ഒരു നാടകം പോലെ. ബട്ട് ഐ എം വെരി വെരി ഹാപ്പി, യു നോ. ഒരു മിനിറ്റ്, ഇപ്പൊ ചായ കൊണ്ടുവരാം. ചായയുടെയും കാപ്പിയുടെയും ഒക്കെ കാര്യം പിന്നെ പറഞ്ഞു. എനിക്ക് അതിലും വലിയൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേട്ടാ? വല്ല ബിസിനസ് കാര്യമായിരിക്കും, അല്ലാതെ എന്താ? ബിസിനസ് കാര്യം മാത്രമേ ചർച്ച ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചോളൂ. ബട്ട് യു സീ, ഞാൻ നിങ്ങളുടെ ബന്ധുവാകാൻ പോകും. എന്താ തമ്മിൽ നോക്കുന്നത്? ഞാൻ വന്നത് എന്റെ മകന് വേണ്ടി ഒരു കന്യാദാനം ചോദിക്കാനാണ്. സുധേ. സത്യത്തിൽ? ലക്ഷ്മി, ചായ കൊണ്ടുവാ. മിസ്റ്റർ കൃഷ്ണമേനോൻ, ക്ഷമിക്കണം, ഈ ആലോചന എനിക്ക് തൃപ്തികരമല്ല. എന്തേ അങ്ങനെ പറയാൻ? നിങ്ങളുടെ ആ വലിയ വീട്ടിൽ ഒരു പെണ്ണിനും സുഖവും സംതൃപ്തിയും ലഭിക്കില്ല. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ. സത്യമാണ് മിസ്റ്റർ മേനോൻ. നിങ്ങളുടെ ഭാര്യ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഞാനും ഒരു അകന്ന സാക്ഷിയായിരുന്നല്ലോ. നിങ്ങളെ സ്നേഹിക്കാൻ മാത്രം അറിയാമായിരുന്ന സ്ത്രീ, സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി വലിച്ചെറിഞ്ഞ് നിങ്ങളുടെ പിറകെ ഇറങ്ങി തിരിച്ച ജാനകി. അവൾക്ക് എപ്പോഴെങ്കിലും ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ഒരല്പം ആനന്ദം നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ മിസ്റ്റർ മേനോൻ? ഹലോ. യെസ്, ഞാൻ ഓഫീസിൽ വന്നിട്ട് കാണാം. ചേട്ടാ, കാപ്പി. നിങ്ങൾ 11 മണിക്ക് കറക്റ്റായിട്ട് ഓഫീസിൽ വരൂ. ഐ വിൽ ബി ദേർ. ഓക്കെ? കാപ്പി. ഹലോ. നോ നോ, ഐ എം സോറി. നിന്ന് തരിക സമയമില്ല. അബദ്ധം പറ്റി പോയതാ, ക്ഷമിക്കണം. ഒരു 3 ദിവസം അവധി തരൂ. ദെൻ ഐ ഷൽ ട്രൈ. അഥവാ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ യു ഡിസൈൻ ഇറ്റ്. പണത്തെ പറ്റി വറി ചെയ്യണ്ട. ഓക്കെ? റൈറ്റ്. കാപ്പി. ഹലോ. ഞാൻ കുളിക്കുകയാണെന്ന് പറ. കുളിച്ചോണ്ടിരിക്കുകയാണ്, പിന്നീട് വിളിക്കാൻ പറഞ്ഞു. ഹലോ. ഞാനിവിടെ ഇല്ലെന്ന് പറ.
1 സെക്കൻഡ്. നമ്മുടെ ലീഗൽ അഡ്വൈസറാ. ഓഫീസിൽ വന്നാ കാണാന്ന് പറ. ഹലോ, ഓഫീസിൽ വന്നാ കാണാന്ന് പറഞ്ഞു. ആ ആ. ചേട്ടാ, ഈ കാപ്പി തണുത്തു പോയി. ഞാൻ വേറെ കൊണ്ടുവരാം. കഴിച്ചിട്ടേ പോകാവേ. യെസ് യുവർ ഓണർ. ഹലോ, മാനേജർ സ്പീക്കിംഗ് സാർ. എന്താ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാവരും എത്തിക്കഴിഞ്ഞു. അവരിവിടെ കാത്തിരിക്കുകയാണ്. അവരോട് അവിടെ ഇരിക്കാൻ പറയൂ. ഞാനിപ്പോ വരാം. അതിനു മുമ്പ് പെട്ടെന്ന് ഫയൽ കൊടുത്തയക്കൂ. ഓ, കൊടുത്തയച്ചേക്കാം. ചേട്ടാ, കാപ്പി. ഞാൻ കോഫിയും ടിഫിനും ഒരുമിച്ച് കഴിച്ചോളാം. ഡൈനിങ് ഹാളിൽ കൊണ്ടുവരും. പാവം കൊച്ചമ്മ കാപ്പി എടുത്തു വെച്ച് മുകളിൽ ചെന്നപ്പോ ആളിനെ കാണുന്നില്ല. മുതലാളി, കൊച്ചമ്മ കാപ്പി കുടിക്കാൻ ചെല്ലാൻ പറഞ്ഞു. കാപ്പി തണുത്തു പോവും. എന്താ പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷെ ആര് കേൾക്കാനാ? ഫയലിൽ നിന്ന് തലപൊക്കി നോക്കിയിട്ട് വേണ്ടേ? ഹലോ, യെസ് സാർ. നിങ്ങൾ എന്തായി ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നേ? സാർ ഇന്നലെ നോട്ടിട്ട് വെച്ചത് തന്നെ. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. സാറ് സ്റ്റെനോഗ്രാഫറോടാണ് പറഞ്ഞത്. അവർ ടൈപ്പ് ചെയ്തുകൊണ്ട് തന്നു, ഞാൻ അങ്ങോട്ട് അയച്ചു. യൂസ്ലെസ് ഫെലോസ്. ആ നോട്ട്സ് ഒന്നുകൂടെ വായിച്ചിട്ട് നിങ്ങൾ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യൂ. ആ പുതിയ സ്റ്റെനോഗ്രാഫർ പെണ്ണിന്റെ കാര്യം വലിയ ശല്യമായി തീർന്നിരിക്കുകയാണ്. ചക്കയ്ക്ക് ചുക്കെന്ന് മനസ്സിലാക്കും, നമുക്ക് ഇരട്ടി പണിയും. ഹലോ ചേട്ടാ, എന്താ മോളെ? ചൂടാറിയ ഇഡ്ഡലി തിന്നാൻ കൊള്ളില്ല. ഞാൻ ബിസിയാണ് കുട്ടി. ഇഡ്ഡലിയുടെ ചൂട് നോക്കിയിരിക്കാൻ നിർത്തിയില്ല. 1000 കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതൊക്കെ എനിക്കും അറിയാമല്ലോ. ടിഫിൻ കഴിച്ചിട്ട് ജോലി ചെയ്യുന്നതല്ലേ നല്ലത്. ആ, നീ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. സമയം കിട്ടുമ്പോൾ ഞാൻ വന്ന് കഴിച്ചോളാം. കൊച്ചമ്മ, കൊച്ചമ്മ, മുതലാളി വന്നു. മുതലാളി വന്നു. ഒന്നും കഴിക്കാതെ കിടപ്പായോ? Okay. Thank you. Yes, come in. മാസത്തിൽ 2 കാഷ്വൽ ലീവെങ്കിലും എടുത്തില്ലെങ്കിൽ മിസ്റ്റർ ഗോപാലകൃഷ്ണന് മനസ്സമാധാനം ഉണ്ടാവില്ല. മനുഷ്യനായാൽ അവന്റെ വീട്ടുകാര്യം കൂടെ നോക്കണ്ടേ? അത് ശരി. അപ്പൊ വീടും കുടുംബവും ഒക്കെ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ? അതല്ല, എന്നെ പോലെ ചിലർക്ക്
വീട്ടുകാര്യങ്ങളൊക്കെ നേരിട്ട് അന്വേഷിച്ചെങ്കിലേ മനസ്സിന് തൃപ്തിയാവും. ശരി, ആയിക്കോട്ടെ. എന്താ ജാനു, എന്താ വല്ലാതെ സുഖമില്ലേ? എനിക്കൊരു അസുഖമില്ല. നല്ല ചൂടുണ്ടല്ലോ. സീംസ് യുവർ ഫീവറിഷ്. മാനേജർ, ഡോക്ടറെ ഒന്ന് കണക്ട് ചെയ്തു തരൂ. ആ ജാനു, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് എനിക്ക് ഡൽഹിക്ക് പോകണം. 2 ആഴ്ചക്കകം പ്രസവം നടക്കുമെന്നാ ഡോക്ടർ പറഞ്ഞത്. വെരി ഗുഡ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ലൈറ്റ്നിങ് കോൾ ബുക്ക് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിങ്ങെത്തും. മുതലാളി, ഹൗസിംഗ് ബോർഡ് ചെയർമാൻ താഴെ വന്ന് കാത്തിരിക്കുന്നു. അവിടെ ഇരിക്കാൻ പറയും. രാമുള്ളേ, എന്തോ? ഞാൻ ഡോക്ടറെ കണക്ട് ചെയ്ത് തരാൻ മാനേജരോട് പറഞ്ഞിട്ടുണ്ട്. ഫോൺ വന്നാൽ ഡോക്ടറോട് പറയണം കൊച്ചമ്മയ്ക്ക് സുഖമില്ല, ഉടനെ വരാൻ. മാത്രമല്ല ദിവസവും ഒന്ന് നോക്കണമെന്ന് പറയണം. ശരി മുതലാളി. നിങ്ങളും പുറത്തേക്കെങ്കിലും പോകരുത്, ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഹലോ, കൊടുക്കണം. ഡോക്ടർ സാറല്ലേ? മുതലാളി ഡൽഹിക്ക് പോവുകയാണ്. കുറേശ്ശെ പനിയുണ്ട്, ഉടനെ വരണം. അല്ലല്ല, പനി കൊച്ചമ്മയ്ക്കാണ്. ഓ, ഇല്ല, എനിക്ക് ഓപ്പറേഷൻ വേണ്ട. ഞാൻ മരിച്ചാലും ശരി, അദ്ദേഹം എന്റെ അടുത്തില്ലാതെ ഓപ്പറേഷൻ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. എന്താ രാമപിള്ളേ? ഇല്ല, വിഷമിക്കാനൊന്നുമില്ല. കൊച്ചമ്മയ്ക്ക് എന്താ രാമപിള്ള? കൊച്ചമ്മയ്ക്ക് പ്രസവവേദന തുടങ്ങി. എന്നിട്ട് ഡോക്ടർമാര് പറഞ്ഞു എന്തോ കുട്ടിയുടെ കിടപ്പ് ശരിയല്ല, ഓപ്പറേഷൻ വേണ്ടിവരുമെന്ന്. എന്നാൽ ഉടനെ നടത്താൻ പറയൂ. ഇതെല്ലാം വച്ച് താമസിപ്പിക്കാനുള്ള കാര്യങ്ങളാണ്. ആ ഡോക്ടർമാർക്ക് എന്താ ബോധമില്ലേ? കൊച്ചമ്മ പറയുന്നത് മുതലാളി അടുത്തില്ലാതെ ഓപ്പറേഷന് സമ്മതിക്കില്ലെന്നാണ്. പാവം, പേടിച്ചിട്ടാവും. എനിക്കിന്ന് വൈകുന്നേരം അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ഈവനിങ് ഫ്ലൈറ്റിൽ അവിടെ വരും. അഥവാ ഞാൻ എത്തിയില്ലെങ്കിലും ഓപ്പറേഷന് സമ്മതിക്കാൻ അവളോട് പറയൂ. ശരി മുതലാളി. ഞാൻ പറഞ്ഞു എന്ന് പറയൂ. നോക്കൂ, ഭർത്താവ് നിർബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണ് ഓപ്പറേഷൻ നടത്തണമെന്ന്. അദ്ദേഹം ചിലപ്പോൾ വരാൻ വൈകിയേക്കും എന്ന് വെച്ച് ഓപ്പറേഷൻ വൈകിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞതായി പ്രത്യേകം പറയാൻ പറഞ്ഞു. അപ്പോ ഓപ്പറേഷൻ സമയത്ത് അദ്ദേഹം അടുത്തുണ്ടാവില്ല അല്ലേ? ഡോക്ടർ വരില്ലെന്ന് തീർത്ത് പറഞ്ഞു. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് കോടീശ്വരനല്ലെങ്കിലും എനിക്കാകെ കൂടിയുള്ളൊരു മകളെ നിങ്ങളുടെ വീട്ടിലേക്ക് എന്ത് ധൈര്യത്തിൽ ഞാൻ അയക്കും? ഞാനൊന്ന് പറഞ്ഞോട്ടെ. വിധി വൈപരീത്യം കൊണ്ടാണെങ്കിലും ജീവിതത്തിൽ കൊടുങ്കാറ്റുകളും തകർച്ചകളും നേരിട്ടവന് മാത്രമേ ജീവിതത്തെ ജീവിതമായി കാണാൻ കഴിയൂ. ഞാൻ ജീവിതത്തിന്റെ എല്ലാ മുഖങ്ങളും കണ്ട് തികച്ചും മനുഷ്യനായി തീർന്നവന്. ഒരു വാക്ക് ഞാൻ തരാം, നിങ്ങളുടെ മകൾക്ക് എന്റെ വീട്ടിൽ ഒരു ദുഃഖവും ഉണ്ടാവില്ല. ഞാനിത് വിശ്വസിക്കുന്നില്ല മിസ്റ്റർ മേനോൻ. പാരമ്പര്യത്തിന്റെ എല്ലാ രോഗവും കുടുംബത്തിലെ സന്തതികൾക്കുണ്ടായിരിക്കും. സമ്പാദ്യത്തിന്റെ പിറകെ പോവുക ഏറ്റവും വലിയ രോഗമാണ്. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു കൊടുക്കുന്ന ഒരു ബിസിനസ്മാനേക്കാൾ 2 നല്ല വാക്ക് പറയുന്ന സ്നേഹമുള്ള ഒരു ഭർത്താവിനെയാണ് എന്റെ മകൾക്ക് ആവശ്യം. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് തെറ്റ് ചെയ്തു പോയ ഒരുത്തിനെ തെറ്റുകാരനായി മാത്രമേ കാണാൻ കഴിയുമെങ്കിൽ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ലക്ഷപ്രഭുക്കളുടെ മക്കളെ എന്റെ മകന് കിട്ടാഞ്ഞിട്ടോ എന്റെ ലക്ഷ്യങ്ങളിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ചേർക്കാനോ അല്ല ഞാൻ വന്നത്. അവർ സ്നേഹിക്കുന്നു. അവൾക്ക് വേണ്ടി അവൻ മരിക്കാൻ തയ്യാറായി. എന്നെ സ്നേഹിച്ച് എന്റെ കൂടെ ഇറങ്ങിത്തിരിച്ച് എന്റെ ജാനകി, എന്റെ
സമ്പത്തിനു വേണ്ടിയുള്ള സമരത്തിൽ രക്തസാക്ഷിയായി. എന്റെ മകനും അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്കും ഒരിക്കലും ദുഃഖമുണ്ടാകാത്ത ഒരു നല്ല ജീവിതം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി മാത്രം ഞാൻ ഇവിടെ വന്നു. ഇതേപ്പറ്റി ഇനിയും ചിന്തിക്കണമെങ്കിൽ ചിന്തിച്ചോളൂ. എന്നെങ്കിലും ഒരിക്കൽ എന്റെ അപേക്ഷ സ്വീകാര്യമായി തോന്നിയാൽ എന്നെ അറിയിക്കാൻ മടിക്കണ്ട. വേണു, നിന്നെ ഞാൻ ഇതുവരെ യാതൊരു ചുമതല ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് നീ വിവാഹിതനാണ്. ഈ കുടുംബത്തിന്റെയും എന്റെ ഇവിടെയുള്ള എല്ലാ ബിസിനസിന്റെയും ചുമതല ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. മോളെ, ഈ വീട്ടിന്റെ അന്തസ്വാഭിമാനവും കാത്തു സൂക്ഷിക്കേണ്ടത് നീയാണ്. ഞാൻ കുറെ നാൾ എസ്റ്റേറ്റിലായിരിക്കും. കുട്ടിക്കളിയൊക്കെ വിട്ട് ബി കെയർഫുൾ. ചേട്ടാ, ചേട്ടാ, ആ? കോഫി ഉം? എണീറ്റ് കഴിക്കൂ ചേട്ടാ. സുധേ, ഭാര്യ ഭർത്താക്കന്മാരായാൽ എല്ലാ കാര്യത്തിലും 50-50 ആയിരിക്കും. വഴക്ക് കൂടുന്നതിലും സ്നേഹിക്കുന്നതിലും എല്ലാം. ആയിക്കോട്ടെ. ഇന്ന് നമുക്ക് കോഫിയിൽ ആരംഭിക്കാം. നീ പകുതി കുടിച്ചിട്ട് ബാക്കി എനിക്ക് തന്നാൽ മതി. അത് വേണ്ട, പകുതി കഴിച്ചിട്ട് പകുതി തന്നാ മതി. അത് പറ്റില്ല. എനിക്ക് കോഫിയിൽ മധുരം കൂടുതൽ വേണം. നീ കുടിച്ചു കഴിയുമ്പോ നിന്റെ ചുണ്ടിന്റെ മധുരം കൂടി അത് ചേരും. മതി വാചകം. ആട്ടെ, ഇന്നെന്താ പ്രോഗ്രാം? ഓഫീസിൽ പോണ്ടേ? ഓഫീസോ? ബോറ്. പുതുതായി വിവാഹം കഴിച്ച ഒരുത്തൻ ഓഫീസിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? വെറുതെ സമയം കൊല്ലാൻ. സന്തോഷമായിട്ട് സമയം കൊല്ലാൻ നീ ഇവിടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ഓഫീസിൽ പോന്നെ? ഹലോ, ഹലോ. ആരായാലും ഞാൻ ഇല്ലാന്ന് പറഞ്ഞേരെ. ഞാനാണ് മാനേജർ. മാനേജറാണ് ഓഫീസിൽ നിന്ന്. ഈയുടെ കാര്യം വലിയ ശല്യമായല്ലോ. നീ വരൂ. എന്താണ്? ഒരു അർജന്റ് കാര്യമാണ് സാർ. നേരം വെളുത്തില്ല, അതിന് മുമ്പ് എന്താ അർജന്റ് കാര്യം? മണി 11:30 ആയി. 11:30യോ? നേരാണ് സുധേ? 12 ആവാൻ പോണു. അയ്യോ, എണീക്കൂ. ഞാൻ രാവിലെ തൊട്ട് വിളിക്കുക. എണീക്കേയില്ല, എന്നെ വീട്ടുകാരെ നോക്കാൻ സമ്മതിക്കേയില്ല. നോക്കൂ സുധേ, മനുഷ്യൻ എന്തിനാ ജീവിക്കുന്നതെന്ന് അറിയാമോ? ഉണ്ണാൻ, ഉറങ്ങാൻ. സാർ, സാർ, തന്നോട് ആര് പറഞ്ഞു ഫോൺ പിടിച്ചോണ്ടിരിക്കാൻ? ഫോൺ താഴെ വെക്കാൻ സാറ് പറഞ്ഞില്ലല്ലോ. കുറെ ചെക്കുകളും പേപ്പേഴ്സും ഒപ്പിടാനാണ്. ഞാൻ അങ്ങോട്ട് വന്നില്ലെങ്കിലും ഒന്നും നടക്കില്ലേ? ഇല്ല സാർ. നിങ്ങൾക്ക് എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ? യെസ് സാർ. മാനേജറുടെ പണി മാത്രം നോക്കിയാൽ പോരാ, പ്യൂണിന്റെ പണി കൂടെ ചെയ്യണം. അച്ഛനാണെങ്കിൽ 24 മണിക്കൂറും ജോലിന്ന് ഒറ്റ വിചാരമേ ഉള്ളൂ. മകനോ ഉണ്ണണം, ഉറങ്ങണം, പിന്നെ മോടിയല്ലേ, അങ്ങനെയൊക്കെ ഇരിക്കും. എണീറ്റ് കുളിക്കൂ. കുളിച്ചാൽ ഡ്രസ് ചെയ്യണം, ഡ്രസ് ചെയ്താൽ പുറത്തു പോകണം. ഞാൻ എങ്ങനെ പോവും? വിടൂലേ നട്ടുച്ചയ്ക്ക് ഒരു നൂൺ ഷോ. കൊച്ചുമോനാളി, എന്ത് വേണോ എനിക്ക്? എനിക്ക് പ്രത്യേകമായി യാതൊന്നും വേണ്ട. അനധികൃതമായി പ്രവേശിച്ച് തെറ്റാണെന്നും എനിക്കറിയാം. കാര്യം പറയടോ. ഓഫീസ് മാനേജർ ഒരു കെട്ട് കടലാസുകളും ഫയലുകളുമായി താഴെ കാത്തു നിൽക്കുന്നു. ഞാൻ ഉടനെ താഴെ വന്ന അയാളെ മുഖം കാണിക്കണമായിരിക്കും. വേണ്ട സർ, ടേക്ക് യുവർ ഓൺ ടൈം. താൻ പോയി അയാളോട് അവിടെ ഇരിക്കാൻ പറയൂ. യെസ് സർ. വെളിയിൽ നിന്നും കുറ്റിയിടണോ? എനിക്ക് പുറത്ത് കിടക്കണ്ടായിരിക്കും. തട്ടിയാൽ തുറക്കാം. താൻ പോടോ. എന്നാൽ അകത്തു നിന്നും കുറ്റിയിടുന്നതാണ് ഭംഗി. തന്നോട് പോകാനാ പറഞ്ഞു. താങ്ക് യു സർ. പരമദരിദ്രവാസി. സുധേ, കാപ്പി തണുത്താണ്, വേറെ കൊണ്ടുവരും. ഇത് വലിയ ശല്യമായല്ലോ.